Yo guys, this is DJ DK. So ഇന്ന് നമ്മളൊരു ബ്ലോഗ് പോലെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് വീഡിയോ. നമ്മൾ മെയിൻലി ഇതിനകത്ത് ഒരു ഡി ജെയുടെ ലൈഫ് ഹൗ ദ ഡേ ഈസ് ഗോയിങ് ടു ബി ഫോർ എ ഡി ജെ എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ കണ്ടൻസ് ആയിട്ട് വരാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും വേണം. കാര്യം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ആൻഡ് ഇതിന് കിട്ടുന്ന സപ്പോർട്ടും അനുസരിച്ചായിരിക്കും നമുക്ക് ബാക്കി വീഡിയോസിൻ്റെ എൻകറേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ, സോ ഇന്നത്തെ നമ്മളുടെ പ്രോഗ്രാം ഇറ്റ്സ് മെയിൻലി എ കോളേജ് കൺസേർട്ട്, ഒരു ഗ്രാജുവേഷൻ ഡേ ആണ്. ഇറ്റ്സ് നൺ അതർ ദാൻ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് പുന്നപ്ര. അവിടെ നമുക്ക് ഗ്രാജുവേഷൻ ഡേ ആയിട്ട് എന്നെ ഡി ജെ ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ മെയിൻലി നമ്മളൊരു പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് ആസ് എ ഡി ജെ നമ്മളുടെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം പ്രോപ്പർലി വർക്കിംഗ് ആണോ എന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ ദാറ്റ് നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റേജിൽ പോയിട്ട് എക്യുപ്മെൻറ്റ്സ് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതിനെക്കാട്ടിയും ബെറ്റർ നമ്മൾ നേരത്തെ തന്നെ പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഉറപ്പാക്കി ഓക്കെ ആണെന്ന് ഉറപ്പാക്കിയിട്ട് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ നമ്മളുടെ എക്യുപ്മെൻറ്റ് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ എക്യുപ്മെൻറ്റ് ആക്ച്വലി പയനീറിൻ്റെ XDJ RX2 ആണ്. സോ അതും ഞാൻ മെയിൻലി ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഡൂയിങ് എ സൗണ്ട് ചെക്ക്. നമ്മൾ ജസ്റ്റ് സൗണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ള കാരണം ഞാൻ അധികമായിട്ട് ഒന്നും നീട്ടുന്നില്ല. ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് പ്രോപ്പർലി ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായി. സോ സൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങളൊക്കെ പാക്കപ്പ് ചെയ്തിട്ട് ബാക്കി നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സി യു. ഓക്കെ ഗൈസ്, സോ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തേക്കാണ്. സോ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, കുറച്ച് സ്പിരിച്വൽ ടച്ച്. അത് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ എപ്പോഴും ഒരു പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് എൻ്റെ വീട് വാർനാടാണ്. സോ വാർനാട് ടെമ്പിളിൽ ഞാൻ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഓരോ പ്രോഗ്രാമിനും പോകുന്നത്. സോ ദാറ്റ് ചില കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ നിൽക്കുന്നില്ല. നമ്മൾ എവിടെ പോകുമ്പം കുറേ അൺസർട്ടനിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മളുടെ സൈഡിൽ കുറച്ച് സ്പിരിച്വൽ ടച്ച് ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഫേവർ ആവുന്ന രീതിയിൽ പോകും എന്നുള്ളൊരു ബിലീഫ് എനിക്ക് എപ്പോഴും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ജസ്റ്റ് ഓരോ പ്രോഗ്രാംസിനും പോകാറുള്ളത്. ആൻഡ് വി ആർ ഓൺ ദ വേ. എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന വേറൊരാൾ കൂടെ എൻ്റെ കൂടെ കയറും. ഇറ്റ്സ് മൈ ഫാദർ. എൻ്റെ അച്ഛനാണ് എൻ്റെ എല്ലാ പ്രോഗ്രാമിനും കൂടെ വരാറുള്ളത്. സോ വി ഹാവ് ബീൻ ഡൂയിങ് ദിസ് ഫോർ ദ പാസ്റ്റ് 12 years. ഓക്കെ, സോ അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ പ്രോഗ്രാമിനും അച്ഛൻ കൂടെ വരാറുണ്ട്. സോ അച്ഛൻ്റെ കട ഇവിടെ വാർനാടാണുള്ളത്. അപ്പോൾ അവിടുന്ന് നമ്മൾ വന്നിട്ട് അച്ഛനെ പിക്ക് ചെയ്തിട്ട് ജേർണി കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഓക്കെ ഗൈസ്, സോ നമ്മളുടെ ഇന്നത്തെ വെന്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി പുന്നപ്ര. ഓക്കെ, ഇവിടുന്ന് ഏകദേശം 1 hour ആണുള്ളത്. നമുക്ക് 7 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ നമുക്കൊരു 5 o'clock 5:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ എത്തുന്ന രീതിയിലാണ് ഇപ്പം ട്രാവൽ പ്ലാൻ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉള്ള ടൈമാണ്. ലെറ്റ്സ് സീ, ഇപ്പം ഗൂഗിൾ മാപ്പിൽ ടൈം കാണിക്കുന്നത് 5:15 മുമ്പ് നമ്മൾ എത്തുമെന്നാണ്. ഇൻ കേസ് ഒരു 5:30 ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയാണ്. സോ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വെന്യൂവിൽ എത്തിയിട്ടുണ്ടായി. 5:15 ഒക്കെ ആയപ്പോൾ തന്നെ നമ്മൾ എത്തി. വലിയ ട്രാഫിക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. ആൻഡ് നമ്മളിവിടെ വന്നു. ഇവിടുത്തെ കോർഡിനേറ്ററിനെ കണ്ടു. പ്രണവ് എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു ഇവിടുത്തെ പ്രോഗ്രാം കോർഡിനേറ്റർ. ആൻഡ് പുള്ളി ഞങ്ങളെ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്തിട്ടുണ്ടായി. ആൻഡ് ഞങ്ങൾ ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു മേഡത്തെ കണ്ടു. ആൻഡ്
അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആദ്യമേ തന്നെ ഇവിടെ മറ്റേ ഗ്രാജുവേഷൻ സെറമണിയൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. ഇപ്പം കൾച്ചറൽസ് ആണ് നടക്കുന്നത്. ഏകദേശം ഒരു 1.5 hours ആണ് കൾച്ചറൽ പറയുന്നത്. അപ്പം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു 7:30 ഒക്കെ ആകുമ്പം കൾച്ചറൽസ് തീരുമെന്നാണ് എക്സ്പെക്റ്റേഷൻ. വിചാരിച്ചാലും ഒരു 15 minutes 20 minutes ഡിലേ ഉണ്ട് അവരുടെ കൾച്ചറൽസ് തീരാൻ. ബട്ട് ഇറ്റ്സ് ഓക്കെ. പിന്നെ ബാക്കി ഇനിയിപ്പം ഒരു 7:30 ഒക്കെ ആകുമ്പോൾ നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ. ഈ ഒരു ഗ്രാജുവേഷൻ ഡേയിൽ അവർ പ്ലാൻ ചെയ്ത ഇവൻറ്റ് ഇങ്ങനെയായിരുന്നു. രാവിലെ തന്നെ, അതായത് ഉച്ച കഴിഞ്ഞിട്ട് തന്നെ അവരുടെ ഒരു മെയിൻ ഗ്രാജുവേഷൻ സെറമണി കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഒരു 5 o'clock ഒക്കെ കഴിയുമ്പം ടീ ആൻഡ് സ്നാക്സ് ഒക്കെ കൊടുത്ത് എല്ലാവർക്കും ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 6 o'clock കഴിഞ്ഞിട്ട് ഇപ്പം ഇവർ ഈ ഒരു കൾച്ചറൽ ഇവൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. ആൻഡ് കൾച്ചറൽ ഇവൻറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഫൈനലായിട്ട് DJ ഒരു 2 hours DJ എന്നുള്ള രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളുടെ പ്രിപ്പറേഷൻസിനെ പറ്റി പറയുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ APT എന്ന് പറയുന്നൊരു സോങ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബ്രൂണോ മാഴ്സ് ആൻഡ് റോസിൻ്റെ APT സോങ്, അതിൻ്റെ ഒരു റീമിക്സ് വേർഷൻ, ഇത്തിരി എനർജി കൂടിയൊരു വെർഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ടായി. പിന്നെ പരട്ട സോങ് എന്നും പറഞ്ഞ് ഒരു മലയാളം റാപ്പ് വേർഷൻ ഉണ്ടായിരുന്നു, അതും. പിന്നെ നമ്മുടെ ഹനുമാൻ കൈൻഡിൻ്റെ റൺ ഇറ്റ് അപ്പ്. അപ്പം അത് രണ്ടും തമ്മിലൊന്ന് ലൈവായിട്ടൊരു എക്സ്പെരിമെൻ്റ് നടത്താനുള്ള പ്ലാനാണ് ആക്ച്വലി ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ. ലൈവായിട്ട് ഈ ഒരു 2 സോങ് മിക്സ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ വേറെ നമ്മളുടെ ARMനകത്തെ ഒരു ഫിലിം ഒരു സോങ് ഉണ്ടായിരുന്നു, നമ്മുടെ വൈക്കം വിജയലക്ഷ്മി പാടിയ അങ്ങുവാണ് കോണിൽ. ആ ഒരു സോങ്ങിൻ്റെ ഒരു റീമിക്സ് വേർഷൻ ആഡ് ചെയ്തിട്ടുണ്ടായ ഒരു കോളേജ് ആയതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ ആ ഒരു ഫീലിംഗ്, ഒരു കൺസേർട്ട് ഫെസ്റ്റിവൽ മോഡ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു റീമിക്സ് വേർഷനാണത്. സോ അതും ഇന്ന് പ്ലേ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ കുറച്ച് അഡീഷൻസ് ആണ് വരുത്തിയേക്കുന്നത്. ബാക്കിയൊക്കെ എന്തായാലും ലൈവിൽ കാണാം. Everybody, IMT, come on! Okay, guys, 1, 2, 3, yeah! Okay, thank you so much, IMT. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ പാർട്ടി എൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെയാണ് പ്രോഗ്രാം തീർന്നത്. കോളേജ് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് എല്ലാവരും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓക്കെ, ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് വ്ളോഗ് ആയത് കാരണം അതിൻ്റെതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവും. ഇനി വരുന്ന വീഡിയോസിൽ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യാം. ഈ കഴിഞ്ഞ പ്രോഗ്രാമിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ എൻ്റെ Instagram DJDK കേരളയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സീ യു നെക്സ്റ്റ് ടൈം. താങ്ക് യു.